ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി എന്നുള്ളതാണില്ല. ഇന്നലെ നമ്മൾ മംഗലത്തിനെല്ലാം പോയ വീഡിയോ ഇട്ടിട്ട് മംഗലത്തിന് പോയിട്ട് നേരെ നമ്മൾ നായിക്കാപ്പിലുള്ള ടീ ടൈമില്ല അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലേക്ക് വന്നത്. നമുക്ക് നാളെ പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ട്. അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ ചൈനഗ്രാസ് മിൽക്ക് മേഡൽ പിന്നെ ഫ്രൂട്ട്സും പാല് കുറച്ച് കൂടുതലുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്നൊരു കാഴ്ച കണ്ടെന്ന് അറിയാം. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല ചെറുതില്ലേ, അത് നമ്മൾ എങ്ങനെ ആക്കിയൊന്നും ഇരിക്കുന്നില്ല. അതിങ്ങനെ ഓർത്തൊരു വേറെ തന്നെ ഒരു മണവും അങ്ങനെ എന്താ ചെന്നില്ലേ. അതിപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടതറിഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസാ ന്യൂഡിൽസ് എന്തോ ഉണ്ടാക്കുന്നുണ്ട് ദൂരത്ത് നിന്ന് കണ്ടത്. ഒരു പാനിൽ വേറെ തന്നെ ഒരു കൈയുള്ള പാൻ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഓറില്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചട്ടിക്കിട്ട് തീ പിടിച്ച പോലെ ആക്കുന്നു. തീ പിടിച്ചിട്ടാമില്ല നമ്മളുടെ ഒരിത്തിരി തീ പിടിച്ചെങ്കിൽ ആറും എല്ലാം മറിഞ്ഞിട്ട് ആളെല്ലാം വന്നിട്ട് ഗൗജി മറിയുന്നില്ല. പക്ഷേ ഓറ് തീ പിടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കിയത് 2-3 വട്ടം 4 വട്ടം ഇല്ലേ, ഭയങ്കര തീയില്ല. അത് നല്ലൊരു 2 മിനിറ്റ് പോലെ, ഒരു സെക്കൻഡല്ല കുറച്ച് കൂടുതൽ ടൈം തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചെളി കൊടുക്കും പോലെ ആ തീ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നില്ല ആ ഹോട്ടലത്തെ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയത് നമ്മടെങ്കിൽ അങ്ങനെ തീ പിടിച്ചെങ്കിലേ നമ്മളെ മുകളിലുള്ള റൂഫെല്ലാം കത്തിയിട്ട് എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിന്. പിന്നെ ഇപ്പം നമ്മൾ രാവിലെയാണ് നല്ലൊരു കോഫിയെല്ലാം കുടിച്ചിട്ടായിട്ടില്ല. നമ്മൾ കുറച്ച് കൂടുതൽ ഇന്ന് പണിയുന്നില്ലെങ്കിൽ വേറെ എന്തോ ഓർഡർ ഇല്ല. പുഡിങ് കുറച്ച് കൂടുതൽ 10-12 ട്രൈ അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ ആക്കിയിട്ട് കാണിക്കാം എത്ര ട്രൈ ചെയ്യുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ബട്ടറും കോഫിയും കുടിച്ചിട്ടായിട്ട് നമുക്ക് പണിയെല്ലാം തുടങ്ങാം. ഇല്ല, ഞാൻ എപ്പോഴും കിച്ചണിലോട്ട് കയറലില്ലേ രാവിലെ ഒരു ഡോറെല്ലാം തുറന്നിട്ടായതിനു ശേഷം. പക്ഷേ ഇന്ന് ഡോറൊന്നും തുറക്കാൻ പറ്റില്ല. ഫസ്റ്റ് കിച്ചണിലോട്ട് തന്നെ കയറിയിട്ട് ഈ കോഫിയെല്ലാം കുടിച്ചിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടല്ലോ, അത് ഉച്ചക്ക് കൊടുക്കാനും ഉണ്ട്. അങ്ങനെ വേഗം സെറ്റാക്കി തരാട്ടില്ലേ കിച്ചണിലോട്ട് തന്നെ കയറിനെ. എന്നിട്ട് കോഫിയെല്ലാം കുടിച്ചതിന് ശേഷമാണ് കുട്ടിലത്തെ ഡോറെല്ലാം ഒന്ന് തുറന്നില്ലെങ്കിലൊരു സമാധാനമില്ല. രാവിലത്തെ ആ ഒരു വ്യൂവും ആ ഒരു തണുപ്പും ആ ഒരു ഇതെല്ലാം കണ്ടില്ലെങ്കിൽ ഒരു മജയില്ല. അങ്ങനെ ഡോറെല്ലാം തുറന്നിട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു ക്യാമറ വെച്ചിട്ടുണ്ടായി അറിഞ്ഞാൽ. ക്യാമറ ഓൺലൈനിൽ വാങ്ങിയത്. ഇത് നമ്മൾ ഉള്ളിലേക്കും സൈഡിക്കും പുറത്തേക്കെല്ലാം വെക്കുന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പം അതിൻ്റെ കാഴ്ചകളെല്ലാം കുറേ നേരം നോക്കാനും ടൈമില്ല. അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളെ ചപ്പാത്തിയില്ലേ പാക്കറ്റ് വാങ്ങുന്ന ചപ്പാത്തീനെ ചുട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2 ആംപ്ലേറ്റ് ആക്കി, പിന്നെ കുറച്ച് കെച്ചപ്പ് തേച്ചു, പിന്നെ ചീസ്, പിന്നെ ഒരിഗാനോ ചില്ലി ഫ്ലെക്സ് എല്ലാം ഇട്ടിട്ട് ഒന്ന് മടക്കി തിരിച്ചു മറിച്ചെടുത്തിട്ട് പുള്ളറയും ആപ്പിളിനെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് നല്ല സോപ്പിട്ടിട്ട് ചെല്ലി. ഇപ്പോൾ നിങ്ങൾ ഇത് കഴിക്കേ. പിന്നെ നമ്മൾ നേരെ പയ്യെ കഴിക്കാൻ ഇതിൽ അവക്കാടെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടെല്ലാം എന്തെല്ലാം ആക്കിയിട്ട് ഒപ്പിച്ചിട്ടെടുത്ത്. പിന്നെ പുഡിങ്ങിൻ്റെ ട്രൈ ഉണ്ടില്ലേ, അത് ഞാൻ ഏട്ടത്തിൻ്റെ അടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ കുറേ ഓർഡർ ഉണ്ട്. അങ്ങനെ എൻ്റെ ട്രൈ 2-3 ഓർഡറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അതിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെയാണ് ഓരോരുത്തർ ഓർഡർ കിട്ടുമ്പോൾക്ക് എല്ലാവരും പുഡിങ്ങിൻ്റെ ഒന്നിച്ചിട്ടാണ് കിട്ടൽ. അങ്ങനെ ഓരോരുത്തർ 4 ട്രൈ ഉണ്ട്, ഓരോരുത്തർ 8 ട്രൈ ഉണ്ട്, ഓരോരുത്തർ 2 ട്രൈ ഉണ്ട്, ഓരോരുത്തർ 6 ട്രൈ ഉണ്ട്. അങ്ങനെ എല്ലാം അതിന്. അപ്പോൾ ഞാൻ തേയാത്തതുകൊണ്ട് ഏട്ടത്തിൻ്റെ അടുത്ത് മംഗലത്തിന് പോയിട്ട് വരുമ്പോൾ എന്നെ കൊണ്ടുവന്നതാന്ന് പറഞ്ഞാൽ. അങ്ങനെ നല്ല അപ്പൊക്കെ നല്ല അവക്കാടോ കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ അവക്കാടോ ഇതിനില്ലേ നമ്മൾ ബ്രെഡിലേക്ക് ടോസ്റ്റ് പോലെ ബട്ടറും അവക്കാടോവും നമ്മളെ ചോക്ലേറ്റ് ഇല്ലേ, ഇത് ന്യൂട്ടല എല്ലാം തേച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. ഇതെന്താ അവക്കാടോ പൊത്തങ്ങ് നല്ല ടേസ്റ്റ്, നല്ല ക്രീമി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും. അങ്ങനെ അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താക്കി അറിയോ, ജ്യൂസ് ആവുന്നില്ലോണ്ട് ചെറുപ്പുളീനെ മിക്സിക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും നല്ല മംഗല ഐസെല്ലാം ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ട് ഫ്രഷോടെ കൊടുത്ത് സ്ലോലി എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ എനിക്ക് എനർജിക്ക് എന്തെങ്കിലും തരുന്നില്ല, എനർജിക്ക് ജ്യൂസാണ് നല്ലത്. അങ്ങനെ ജ്യൂസെല്ലാം കൊടുത്തിട്ട് സോപ്പിട്ടിട്ട് എല്ലാം കൂട്ടി നമുക്കിപ്പോൾ എന്തെല്ലോ പണി തുടങ്ങാനുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ എല്ലാ പാലെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കൂട്ടും. അപ്പോൾ ബാക്കിയുള്ള പണിയെല്ലാം ഞാൻ ചെയ്യാൻ നിന്നിട്ട് അപ്പുറത്ത് ഞാൻ എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടായിട്ട്. അപ്പോൾ നമുക്കില്ലേ ബില്ലെല്ലാം വെച്ചിട്ടുണ്ട്, നല്ല ഒന്ന് പേ ആക്കാനുണ്ട്. ഈ ബില്ലെല്ലാം പേ ആക്കുന്ന ഒരു ടൈമില്ലേ, ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ടൈമിലാണ് ഞാൻ സെറ്റാക്കൽ. എന്തില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൊടുക്കാനുണ്ടാകുന്ന ഓരോരുത്തർ കൊടുത്തിട്ടാണ് ഓർഡറും ഓരോരുത്തർ കൊടുക്കാൻ പെൻഡിങ്ങിലുള്ളത്.
സാധനം കൊടുന്നെങ്കിൽ ചിക്കൻ കൊടുന്നെങ്കിൽ എന്ത് കൊടുന്നെങ്കിൽ ഓരോടെ പൈസ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കല്ലോ ഓർ തന്നിട്ട് അപ്പം എന്നെ ഓർക്കറിയാം ബയ്യ ഗൂഗിൾ പേ ആക്കുന്നതെന്ന് ഇവിടെ വെക്കും പോകും അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒത്തരയിലിരുന്നിട്ട് ഞാൻ എല്ലായിടത്തും ക്ലിയർ ആക്കലാന്ന് എന്നിട്ട് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ ഞാൻ കുറച്ച് ചെറുപ്പുളിയെല്ലാം ഉണ്ട് അതിന് ടൗണിൽ പോയിട്ടാകുമ്പം അച്ചാറിന് എന്നിട്ട് അതിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പുഡിങ്ങിൻ്റെ ഐറ്റംസ് ചൈന ഗ്രാസ് മിൽക്ക് മെയ്ഡ് എല്ലാ ബദാം പിന്നെ എന്തിൻ്റെ പൊണ്ടത്തിൻ്റെ പുഡിങ് ക്യാരറ്റ് പുഡിങ് പിന്നെ ക്യാരറ്റ് അല്ലേ അല്ല ബട്ടറാകുമ്പോൾ എന്തോന്നു നോക്കാം നമ്മൾ കൂട്ടിയിട്ടാകുമ്പോൾ എന്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കുറേ ദിവസമായില്ലേ അപ്പോൾ ഈ കുറേ ദിവസത്തെ വീഡിയോനെല്ലാം ഞാൻ ഇട്ടിട്ട് വെമ്പേ തീർക്കുന്നു ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ പറയാം എന്തെന്നല്ലേ ആ വീഡിയോ എല്ലാം നമുക്ക് കാണിക്കാണ്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ മുമ്പത്തെ വീഡിയോനെല്ലാം ഒന്ന് കാലിയാക്കുന്നുണ്ട് കുറേ ഡിലീറ്റ് അടിച്ചിട്ട് പോയി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്നാലും പിന്നെയും ഉണ്ട് കുറേ എല്ലാം പിന്നെ ഇന്നലത്തെ കമൻറ്റ് ബോക്സ് എന്തോ ഓഫായി എന്ത് കഥയെന്ന് അറിയുന്നില്ല അതിൽ ഒരിക്കലും അതിനെയും കാണിച്ചിട്ടുണ്ടായി ചിലപ്പോൾ അങ്ങനെ പിള്ളേരെ കാണിച്ചെങ്കിൽ ഓഫാന്ന് ഓരോരിക്കൽ പിള്ളേർ തന്നെ ഫുൾ ഇട്ടെങ്കും ഓഫാകുന്നില്ല അങ്ങനത്തെ അല്ല കഥ എന്തെന്ന് അറിയുന്നില്ല അതല്ല യൂട്യൂബിൻ്റെ ഓരോരോ റൂൾസാണ് നമുക്ക് അതിനെ പറ്റി ശരിക്കും എന്തെന്ന് അറിയുന്നില്ല അങ്ങനെ ക്യാരറ്റ് പുഡിങ് ഉണ്ട് ഞാൻ ക്യാരറ്റെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പുഡിങ്ങിന് ഉള്ള പൊണ്ട നമ്മൾ റെഡിയാക്കിയിട്ട് തന്നെ കൊണ്ടുവരുന്നത് ഇവിടെ പിന്നെ ചെത്താനും പിടിക്കാനെല്ലാം കുറേ ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ എന്താക്കുന്നത് ഷോപ്പിൽ നിന്ന് നമ്മൾ എപ്പോഴും മേങ്ങുന്ന തന്നെ ഒരു പൊണ്ടത്തിൻ്റെ ഷോപ്പുണ്ട് ആ പുതിയ ജില്ലാ ഹോസ്പിറ്റലില്ലേ ഹോസ്പിറ്റലിൻ്റെ നേരെ റൈറ്റ് സൈഡുള്ള ആ ഒരു ചേച്ചിയും ചേട്ടനുള്ള ഒരു കാലിനും സുഖമില്ലാതെ ആടെ തന്നെയാണ് നമ്മൾ മേങ്ങൽ പക്ഷേ അതോർ നല്ല നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടവരെ ഇല്ല ഓരെല്ലാം കൊത്തിയിട്ട് ക്ലീൻ ആക്കിയിട്ട് കവറിലിട്ടിട്ട് സെറ്റാക്കിയിട്ട് തരും നമുക്ക് പിന്നെ എന്ത് പണിയില്ല ഇവിടെ കൊണ്ടിട്ട് മിക്സിയിലിട്ടാൽ മതി അങ്ങനെ അപ്പോൾ അതെല്ലാം മേങ്ങിയിട്ടാണ് നമ്മൾ പോയില്ല അങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞെങ്കും ഓറ് ഓട്ടോയിൽ കൊടുത്തിട്ട് വിടും അങ്ങനെ അന്നേരമായിരിക്കും അങ്ങനെ ആ ഒരു പാത്രത്തിൽ പാലോ മിൽക്ക് മെയ്ഡെല്ലാം ഇട്ട് തിളക്കുന്നുണ്ട് ഇപ്പുറത്ത് ചൈന ഗ്രാസ് സെറ്റാകുന്നുണ്ട് അപ്പോൾ ഒരു എൻ്റെ ഒരു ഇങ്ങനെ മൂടൽ വന്നിട്ടുണ്ട് ഞാൻ കിച്ചണിൻ്റെ അവസ്ഥ ഒന്നും നിങ്ങൾ നോക്കണ്ട അങ്ങനെ ആയിട്ടുണ്ട് ഓർഡർ കൊടുക്കുമ്പോൾ അധികം ഇങ്ങനെ കച്ചറയാന്ന് കൊടുത്തിട്ടെല്ലാം ആയിട്ട് ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ക്ലീൻ ആക്കലാന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പുഡിങ്ങിൻ്റെ പാത്രവും ട്രൈയും എല്ലാം നല്ല വാങ്ങലെ സോപ്പിട്ടിട്ട് വൃത്തിയിലെ കയറ്റി കമിച്ചിട്ട് വെച്ചിന് നമുക്ക് പുഡിങ് റെഡി ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണ്ടേ അതിനും വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ ഓർഡർ ഉണ്ടായി അങ്ങനെ ഞാൻ ഈ ടീനിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടായിട്ടില്ല എല്ലാം 100 ഗ്രാമിൻ്റെ ടീനിൽ റെഡി ആക്കിയിട്ട് വെക്കുക പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയുന്നത് പക്ഷെ ഓരോരാൾ 1 കിലോ 1 കിലോ 2 കിലോ എല്ലാം ചോദിക്കുന്നത് ഗൾഫിലേക്കെല്ലാം കൊണ്ടുവന്നവർ അപ്പോൾ ഓർക്ക് വേണമെങ്കിൽ ഞാൻ എന്താക്കും ഇല്ല ടിന്നിന്ന് ഒന്നിലേക്ക് ഇട്ടിട്ട് കൊടുക്കലാണ് അപ്പോൾ ഇപ്പോൾ 1 കിലോ വേണമെന്ന് ഒരാൾ പറഞ്ഞിന് ഞാൻ 10-12 എണ്ണത്തിന് മാറ്റി വെച്ചിന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ പറയുക കഥ ഒരു മംഗലത്തിൻ്റെ ഓർഡറിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായി അപ്പോൾ ഓറ ട്രൈ നമ്മളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ടൗണിൽ കൊടുക്കാൻ പറഞ്ഞിനോറ് അങ്ങനെ അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ ട്രൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലെല്ലാം ഉണ്ട് മംഗലത്തിനിടെല്ലാം പോയെങ്കിൽ മഷാല്ല അങ്ങനെ പുഡിങ് എല്ലാം സെറ്റായിന് ഇതിൽ ക്യാരറ്റ് പുഡിങ് ഉണ്ട് പിന്നെ ബട്ടർ പുഡിങ് ഉണ്ട് പിന്നെ ഏത് പുഡിങ് ഉണ്ട് അതിനെ ഇളനീർ പുഡിങ് ഇല്ലേ അതും ഉണ്ടായിന് അപ്പോൾ ഒരാൾക്കല്ല 2 ആൾക്കുള്ള ഓർഡർ ഇതിലുണ്ട് അപ്പോൾ രാത്രിക്കുള്ള സ്നാക്സും ഉണ്ടായി അപ്പോൾ ഓർക്ക് 2 പുഡിങ് വേണമല്ലോ ഞാൻ എന്താക്കി ഇതിനെ ഒന്നിച്ചിട്ട് തന്നെ പുഡിങ് ഒന്നിച്ചിട്ട് തന്നെ കൂട്ടിച്ചു അപ്പോൾ ഒരു പകുതി ആൾക്ക് ഉച്ചക്ക് ഡെലിവറി ആക്കേണ്ടത് പകുതി ആൾക്ക് രാത്രി ഡെലിവറി ആക്കാനാണ് അപ്പോൾ 2 ആളും എൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞു ഇവർക്ക് തന്നെ അങ്ങനെ അധികം ആൾ വരൽ തന്നെ ഉണ്ട് വണ്ടിയെ കൊണ്ട് പിന്നെ നമുക്ക് തലവേദനയില്ല ഓറന്നെ വണ്ടി കൊണ്ടുപോയിക്കോളും ഓരോരോ ആൾക്കാർ ഇങ്ങനെ ആണെങ്കിലും സൗകര്യം ഒന്നും വരാൻ ഇല്ലെങ്കിൽ നമ്മൾ റിക്ഷയിൽ കൊടുത്തു വിടാൻ പറയും അപ്പോൾ നമ്മൾ ആ ബസ്സാൻ്റെ റിക്ഷയിൽ കൊടുത്ത് വിടലാം അല്ലെങ്കിൽ ഒരാൾ കുമ്പളയിൽ കൊടുത്തു ഞാൻ മാടക്ക് വരാമെന്നല്ലോ അപ്പോൾ കുമ്പളയിലും കൊടുത്തിട്ട് വിടും ഓരോട് എന്നെ റിക്ഷ വാടക കുറഞ്ഞ കൊടുക്കലാന്ന് ഞാൻ അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ പുഡിങ് എല്ലാം സെറ്റാക്കിന് അപ്പോൾ നിങ്ങൾ ഓരോരോ ട്രൈയോ 2-3 ഇങ്ങനെ ഉരുണ്ടതും ഷേപ്പുള്ളതെല്ലാം കാണുന്നില്ലേ അത് ഞാൻ എന്താക്കും ഒരു ട്രെയിന് സെറ്റാക്കിയിട്ട് അതിലാക്കിയിട്ട് കൂട്ടി കൊടുക്കും പറഞ്ഞാൽ നമ്മളെ പൈസക്കുള്ള കറക്റ്റാണ് മെഷർമെൻറ്റ് അതിനെ കറക്റ്റാക്കും പിന്നെ എൻ്റെ ഓവൻ്റെ ട്രൈയും എല്ലാ ട്രൈയും എടുത്തിന് ഈ കുറേ പുഡിങ്ങിൻ്റെ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഓവൻ ട്രൈ എടുക്കും നമ്മൾ ഓരോന്ന് എടുക്കാതെ സ്നാക്സ് വെക്കുന്ന ട്രൈ എടുക്കും എൻ്റെ ചെറിയ മുന്നത്തെ ഓവൻ്റെ ട്രൈയും വലിയ ഓവൻ്റെ ട്രൈ എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പുഡിങ്ങിൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാപ്പിൾക്കൊന്നൊരു അക്യുപഞ്ചറിൻ്റെ ഒരു ജമാക്കേണ്ടി അങ്ങനെ അതിന് ഞാനും അസുറും പോയിട്ടുണ്ടായി അത് വന്നിട്ട് അതിന് ശേഷം രാത്രിക്കത്തെ സംഭവങ്ങളെല്ലാം റെഡി അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്പോഴത്തെ സ്നാക്സ് തന്നെയല്ലേ അപ്പോൾ കുറച്ച് തിരക്കുണ്ടായി അങ്ങനെ അതായിട്ട് അതിന് ശേഷം കുറച്ചുണ്ടായിന് 20 എല്ലാം
അങ്ങനെ അത് രാത്രി കൊണ്ടിട്ടായിട്ടില്ലേ. പിന്നെ അന്ന് രാത്രി വന്ന മഴ, ആ ഒരു ഇടിയും മഴയും എല്ലാം വന്നിട്ടില്ല നിലവിൽ ഇങ്ങനെ 2-3 ദിവസം കയറിന് പോയെ. അപ്പം എടുത്തിട്ട് വെച്ച വീഡിയോന്ന് പറഞ്ഞത്. അങ്ങനെ ഉള്ളിൽ ഇൻവെർട്ടറെല്ലാം തീർന്ന് ഫാൻ അനങ്ങുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തിരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ മഹത് പുറത്ത് പോകുമ്പോൾ ഞാൻ ബേക്കറീസ് ക്ലോസ് ആക്കലാന്ന്, പുറത്ത് പോകണ്ടല്ലേ. അപ്പം ഇപ്പം പുറത്ത് തന്നെ കുടിക്കുന്ന കണ്ടിട്ടില്ലേ. മഹത് ചോദിക്കുന്നു, പുറത്താ ഉള്ളിൽ പോകുന്നില്ലേ, പുറത്താണ് നിൽക്കുന്നത്. ഉള്ളിൽ ചൂടെടുത്തിട്ടിരിക്കാൻ കഴിയുന്നില്ല. പിള്ളേരെല്ലാം സ്കൂളിൽ പോയിന്. അങ്ങനെ ഞാനും അസ്രവും മഹതാണ് ഉണ്ടത്. അങ്ങനെ ചൂട് അയില മഞ്ഞത്തണ്ണി, നമ്മൾ കാസർഗോഡത്തെ മഞ്ഞത്തണ്ണി, സ്വന്തം മഞ്ഞത്തണ്ണിയും അയില ഫ്രൈ എല്ലാം ആക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ട് അതിന് ശേഷം നമുക്കൊരു കാസർഗോഡ് സർക്കസിൽ പോകാനുണ്ടായി. അവിടെ ഒരു വീഡിയോ ഉണ്ടായി ചെയ്യാൻ. അങ്ങനെ ആടെ വീഡിയോ എടുക്കുമ്പോൾ ഇല്ലേ അതൊരു ഉപകാരമല്ലാക്കുന്നതിന് ഞാൻ മിന്നിനോട് എന്തല്ലേ നിങ്ങൾ ഡ്രസ്സിങ് റൂമിൽ നിൽക്കുന്നില്ലേ ഫോണും കൊടുത്തിട്ട് വീട്ടിന്. ഇവിടെ ഭയങ്കര വീഡിയോ എടുക്കലും പാട്ട് പാടലും ഗൗജിയും എല്ലാം ഉണ്ട്. അപ്പുറത്തൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കുന്ന പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ്. മഹത് നല്ല കളിയിലുണ്ട്, ഡോറെല്ലാം അടിച്ചിട്ട് അപ്പുറത്താക്കിന് 3 അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമില്ലേ നിങ്ങൾക്ക് സർക്കസിലത്തെ ഷോപ്പ് കാണണ്ടേ, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതവിടെ അറിയാം, നമ്മളെ സുൽത്താൻ വാച്ചില്ലേ, വാച്ചിൻ്റെ ഷോപ്പിൻ്റെ ഇടയിലെ പോകുമ്പോഴേക്ക് 2-3 എന്തോ ഷോപ്പാണ് സർക്കസ്. അവിടെ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാം 50% ഓഫറിലെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ബാഗി പാൻറ്റ്, നല്ല ഒരു ഷർട്ട്, അങ്ങനത്തെ എല്ലാം ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയത്. അതിനുള്ള പറ്റിയ പാൻറ്റ് ഷർട്ടെല്ലാം ഉണ്ടായിരുന്നു. റേറ്റ് കുറച്ച് കുറവ് തന്നെയാണെന്നല്ല അടുത്തതിനാട്ടി നോക്കുമ്പോഴേക്ക്. അതിപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ആയതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കൊടുക്കുന്നതാണ് പകുതി ആയിട്ട്. അവിടെ കുറേ മെറ്റീരിയലെല്ലാം നല്ല ബൾക്കായിട്ടുണ്ട്. നമുക്കിപ്പോൾ മംഗലത്തിൻ്റെ ഫംഗ്ഷനെല്ലാം വേണമെങ്കിലും മേങ്ങുന്നെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കാവേ. തന്നാസ് കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നിരുന്നില്ലെങ്കിൽ പിന്നെയും ഡിസ്കൗണ്ട് ആക്കുമെന്ന് പറഞ്ഞിന്. ഓക്കെ. അപ്പോൾ അതേമേയും അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ അന്തിൻചാൻ്റെ തട്ടുകടക്ക് വന്നിട്ടുണ്ട്. ഇതേടെ അറിയോ, പൈച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്തിച്ചുള്ളതില്ലേ പൈച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് 2ാമത്തെ ഔട്ട്ലെറ്റ് കീമ പാവിൻ്റെ. അപ്പോൾ ആടെ ബദ്രാനഗറുള്ളത് ബദ്രാനഗറുണ്ട്, ഇവിടെയും ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇട തുടങ്ങിയതാണ് മഷാല്ല. അങ്ങനെ നല്ല കീമാവും, ചൂട് കീമാവും, ചൂട് പാവും, പൊറോട്ട വേണമെങ്കിൽ പൊറോട്ടയുണ്ട്. നല്ല ചൂടോടുള്ളില്ലേ ഫ്രഷ് ഉള്ളിയും മല്ലിച്ചപ്പും പിന്നെ ലെമണെല്ലാം ഒഴിച്ചിട്ട് തരുമ്പോഴൊക്കെ ഇല്ലേ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പുളിസയും കൂട്ടിയിട്ട് വെച്ചെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അവിടെ ബദ്രാനഗർ ഉണ്ടാകുമ്പോൾ കാസർഗോഡിലുള്ളവരെല്ലാം കുറേ ആൾ ചോദിക്കുന്നുണ്ട് അവിടേക്ക് വരാൻ കുറച്ച് ദൂരമാണെന്നല്ലേ നല്ല ചിലട്ട് എന്നോട് തന്നെ കുറേ ആൾ ലൊക്കേഷൻ കണ്ടിട്ട് എല്ലാ നാടക്ക് പോയിനത് ബദ്രാനഗർക്ക്. ഇപ്പോൾ കാസർഗോഡുള്ളവർക്കെല്ലാം അടുത്തായിട്ടുണ്ടാവുക പൈച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇനി പോകുന്നവരെല്ലാം അടുക്ക് പോയിക്കാവുക. നല്ല ടേസ്റ്റ് ഉണ്ട്, ചൂടോടെ കഴിക്കാൻ. അടന്നിരുന്ന് കഴിക്കണം. ആ പാർസൽ കൊണ്ടുവന്നതിനാട്ടികളെ ആ ചൂടോടെ ആ പ്ലേറ്റിലിട്ടിട്ട് നല്ല അവിടെ തന്നെ ആ വൈബ് നോക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ പുളിസയും കൂട്ടിയിട്ടെല്ലാം കഴിക്കുമ്പോഴേക്കല്ലേ പറയണ്ട, പൊളി ടേസ്റ്റ്. പക്ഷെ ഓരോരാൾക്ക് പുളിസ ഇഷ്ടമുണ്ടാകുന്നില്ല അല്ലേ, ഓരോരാൾക്ക് ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ആ ഇഷ്ടത്തോടെ കഴിക്കുന്ന അടിപൊളി ടേസ്റ്റാണ് ഈ പുളിസെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പിള്ളേരില്ലേ മറുപ്പ് പിടിച്ച് തന്നിട്ടുണ്ട്. അവരോട് ഞാൻ പുരെല്ലാം ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ ശരി ഇനി അടിച്ചെങ്കിൽ അങ്ങനെ ആക്കാം, തോർത്തിയെങ്കിൽ ഇങ്ങനെ ആക്കുക, പാത്രം കഴിയുമ്പോൾ അങ്ങനെ ആക്കാലില്ലേ. ചെല്ലി 2-3-4 കടം ബാക്കിയുണ്ടാവും. ഞാൻ മറ്റേ എന്താക്കാനിപ്പോൾ ചെല്ലിയത് എനിക്ക് ഓർഡർ ഉണ്ടപ്പോൾ നല്ല കച്ചറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടച്ചെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരും, മറ്റേതാക്കിയെങ്കിൽ ഡയറി മിൽക്ക് വാങ്ങി തരും. ഇങ്ങനെ 2-3 വട്ടം മറ്റേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പറഞ്ഞെങ്കിൽ അത് നമുക്ക് മറന്നിട്ട് പോകുന്നു. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറയുന്നല്ലേ അതിനെ ഓർമ്മിച്ച് വെച്ചിട്ടില്ലേ. ഇപ്പോൾ 4 ഡയറി മിൽക്കും 2-3 ഐസ്ക്രീം എല്ലാം ഉണ്ട് ഇപ്പോൾ കടം ബാക്കി ചെല്ലി കണക്കിന്. ഞാനല്ലേ അതിനെന്താക്കി എല്ലാത്തിൻ്റെ ഒരു കടം തീർക്കാൻ വേണ്ടിയിട്ട് ഐസ്ബർഗിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ചെല്ലുന്നുണ്ട്, ഡയറി മിൽക്കുമായി ഐസ്ക്രീമുമായി എല്ലാ കടവും തീർന്നു തോന്നൊക്കെ എന്നിട്ട് അങ്ങനെതാ സന്തോഷത്തിൽ പിള്ളേർ പോകുന്നുണ്ട്. തന്നെ മിന്നലെ ഇങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല, അവർക്ക് സ്കൂളുണ്ടാകുന്നില്ല അധികം, മദ്രസ സ്കൂളായിട്ട്. പിന്നെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് പിന്നെ അവരെ കൊണ്ടുവരുന്നത്. പിന്നെ മിതാദിൻ്റെ കോളേജിലൊക്കെ പോക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞമ്മക്കും വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് വേണ്ടേ എന്നിട്ടുള്ളൊരു പോക്കാണ്. എപ്പോഴും ലീവ് അധികം എന്താവുന്നൊന്നും അറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ ടെഡി ബിയറെല്ലാം കാണുമ്പോൾ ഇല്ലേ മഹത് പിന്നെ എന്ത് കണ്ടതല്ലോ എൻ്റെത്, എൻ്റെ ടെഡി ബിയർ, എൻ്റെ കാറ്, എൻ്റെ ജീപ്പ് എന്നിട്ടില്ല ഇങ്ങനെ നടക്കുന്നുണ്ട്. കാലം മുന്നോട്ട് പോകുന്നില്ല, അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഡമ്മിക്ക് ഡ്രസ്സെല്ലാം ഇട്ടത് വെച്ചിട്ടുണ്ടായി ചോദിക്കുന്നത്, ഓൻകാരി ഡ്രസ്സ് ഇട്ട് ഓൻകാരി ഇതിട്ട് കൊടുത്തത്, ഓനാരിയുടെ നിർത്തിച്ച് നല്ല കുറേ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നല്ല ഡൗട്ടെല്ലാം നിൻ്റെ പിന്നെ ക്ലിയർ ആക്കി തരാം, നീ ഇപ്പോൾ പോകുന്നിട്ട് ഇതാ പിന്നെ നിന്ന് എൻ്റെ കാറ് ഹെൽറ്റ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ട് ഐസ്ബർഗിലേക്ക്. ഈ ഐസ്ബർഗിലേക്ക് പോകാത്തവർ അധികാരം ഉണ്ടാവില്ല. നമ്മളെ കാസർഗോഡ് 4 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരോട്ടെങ്കിലും പോകണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഈ ഐസ്ക്രീം കഴിച്ചെങ്കിൽ. പിന്നെ നമുക്ക് ആ സാധാ ലോക്കൽ ഐസ്ക്രീം ഒന്നും കഴിക്കാനേ കഴിയില്ല, അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ബർഗിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് വെറുതെ ചോദിക്കുന്ന മാത്രം ഉറക്കൊണ്ട് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ എന്താക്കി, ഒന്ന് മേങ്ങിയിട്ട് ഞാനും അസ്രവും ഇതെല്ലാം ഷെയറാക്കി, ഒന്ന് മേങ്ങിയിട്ട് തന്നുക്കും മിനുക്കല്ല, അങ്ങനെ ഒന്നിനെ ഷെയറാക്കാമല്ലോ. എന്തായാലും കഴിക്കാമല്ലോ. ഇപ്പോഴത്തെ ആ ഒരു ഭ്രാന്തിനെ ചോദിക്കുന്നത് ആ രണ്ടോടെ കഴിക്കുമ്പോൾ അവർക്ക് മടുക്കുന്ന ഉറപ്പുണ്ടതുകൊണ്ട് തന്നെ ഇല്ലേ നമ്മൾ അങ്ങനെ ആ ഒരു കണക്കൂട്ടെല്ലാം തന്നെയാണ് മേങ്ങിയത്. ആ ചോദിക്കുന്ന കാണുമ്പില്ല അങ്ങനത്തെ കളി. ഇത് കിട്ടിയിട്ടാകുമ്പോക്ക അക്ക് പിടിഞ്ഞ് നെല്ലിട്ടില്ലേ അങ്ങനത്തെ സംഗതി പിള്ളേർ. അപ്പോൾ ഞാനില്ല കടം തീർക്കല്ല ഐസ്ക്രീം വേന്തൊന്ന് ഇനി എല്ലാ കടല തീർന്നതല്ല ചിലട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കഥയുണ്ട്. ഞമ്മ ഗ്യാരൻ്റി പോയിട്ടല്ലേ വന്നിട്ടുണ്ടാഞ്ഞത് പെരേന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ഗ്യാരൻ്റി വരുവാന്തോ പോയിട്ടാകുമ്പോൾ രാത്രി ആകുമ്പോൾ എപ്പോഴും വരുന്നല്ലേ, അങ്ങനെ അങ്ങ് പോയെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ വരുന്നല്ല, അങ്ങനെ വരുമെന്നല്ല കണക്കൂട്ടിയിട്ട് നമ്മൾ വന്നതാഞ്ഞ്. പക്ഷേ അവിടെ ഇത് രാത്രിയും വന്നിട്ട് ആ പിറ്റേ ദിവസം 2 ദിവസം പോയിട്ടുണ്ടായില്ല ഗ്യാരൻ്റി. നമുക്ക് നല്ല ഓർഡറും കൊടുക്കാണ്ടായി. രാവിലെ തന്നെ ഓർഡറിൻ്റെ ഉള്ള ഒരു വക വിളിക്കുന്നു റെഡി ആയിനാട്ടിട്ട്. അപ്പം ഞാൻ എങ്ങനെ റെഡിയാക്കുന്ന ഗ്യാരൻ്റി ഇല്ലാതെ എന്നിട്ട് ഇങ്ങനെ ഓക്കും അറിയാം ഗ്യാരൻ്റി ഇല്ലാന്ന് എന്നിട്ട് കുറച്ച് ദൂരെയാണ്. പക്ഷെ അവ എങ്ങനെ എങ്ങനെ റെഡിയാക്കിയത് ഗൾഫിലേക്ക് നാളെ പോകുന്നത് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരിച്ച് ക്യാൻസലാക്കി. പിന്നെയും ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളത്രയിൽ ചോദിക്കുമ്പോൾ ബേജാറാകുന്നില്ല. ഞാൻ എന്താക്കി എല്ലാം പെട്ടിയും കിടക്കും കട്ടിലും നെല്ലും എനിക്ക് എടുത്തോണ്ട് പോയില്ലേ ഏട്ടത്തിൻ്റെ അടുക്ക്. എൻ്റെ ഇടയിൽ മയത് മുട്ട കയ്യിൽ പിടിക്കുന്നു പൊട്ടിക്കണ വേണ്ട എല്ലാം നോക്കുന്നത് എന്തെല്ലോ ചെയ്യുന്നുണ്ടോ അത് രക്ഷപ്പെട്ടു ഞാൻ കണ്ടതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നതിൻ്റെ അടുക്കാൻ മുട്ടനെ തുടക്കേണ്ട ഒരു പണി കാട്ടി. അങ്ങനെ നമ്മളാ ചട്ടിയും നമ്മൾ ആ കറുത്ത മുത്തിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ ആ ചട്ടിയും എടുത്തിന് അരിയും മുട്ടയും മറ്റെന്തോ എണ്ണയും എല്ലാ സംഭവങ്ങളും എടുത്തുകൊണ്ട് നേരെ പോയത് എടുക്കറിയോ ഏട്ടത്തിൻ്റെ ഇടയാണ്. വേറെ കയറിയില്ല. ഉമ്മാൻ്റെ ഇടയിൽ ചോദിച്ചാടിയില്ല, അനിയത്തിൻ്റെ ഇടയില്ല, ഏട്ടത്തി ചീനാൻ്റെ ഇടയിൽ ആടിയില്ല. ഇപ്പോൾ ആകെ കയറിൻ്റെ ഉള്ളത് പതിയെടുക്കത്ത് ഏട്ടത്തിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ ഓളുണ്ടായിട്ട് ഓളെ മോളെടുത്ത് പോയിട്ടുണ്ടായി എറണാകുളം എന്തോ CMൻ്റെ ക്ലാസ്സിന് അതിനൊന്നിനെ കൊണ്ടുപോയിട്ട് ഓളം പോയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അപ്പോൾ എല്ലാം ചുട്ടിട്ട് പാക്കെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കൊടുത്തതാണ്. പിന്നെ പിറ്റേ ദിവസം ആണ് കയറിൻ്റെ വന്നത്. ഇവിടെ നമുക്ക് വൈഫൈയും തീർന്ന് ഇൻവെർട്ടറും തീർന്ന് വെള്ളവും തീർന്ന് ഗ്യാരൻ്റ് ഇല്ലെങ്കിലും വെള്ളവും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തും കഴിയല്ലോ. അങ്ങനെ നേരെ പോയതാണ് നമ്മൾ രാത്രി ഏകദേശം ഒരു 10-11 അതിന് പോകുമ്പോൾ ടൗണിലെല്ലാം പോയിട്ട് വന്നല്ലേ. വന്നിട്ടായതിന് ശേഷം എല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ട് പോയതാണ്. നേരത്തേക്ക് 2 വലിയ ആ ബാസ്ക്കറ്റ് അന്ന് വെടിക്കും മേങ്ങിയത് നല്ല യൂസായിരുന്നു. അതിലെല്ലാം സാധനമെല്ലാം കേജെല്ലാം കയറ്റി നമ്മളെ തൂക്കുന്ന ത്രാസ് ഇടുന്ന കവറ് പിന്നെ നമ്മൾ പാക്കാക്കുന്ന മിഷന് സ്റ്റിക്കർ എല്ലാം കൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങിന ഡ്യൂട്ടി എല്ലാം നമുക്ക് വൈകുന്നേരത്തെ എല്ലാം ഒന്ന് സെറ്റാക്കി തരാമെന്നുള്ള ചെറിയെല്ലാവരോടും അങ്ങനെ തുടങ്ങിന്. പിന്നെ ചായയോ കോഫിയോ ഒന്നും ഇല്ലാതെ നമുക്ക് കഥയില്ലല്ലോ. അങ്ങനെ ഞാൻ സ്ട്രോങ്ങിൽ ചായ ആക്കിയിട്ട് ഞാനും മാപ്പിളെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിൻ്റെ പിള്ളേരെല്ലാം റൂമിൽ ഉറങ്ങുന്നുണ്ട്. നമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഏട്ടത്തിയില്ലല്ലോ, ഒരു ബോറാകുന്നുണ്ട്. എന്നാലും നമ്മളൊരു ഡ്യൂട്ടി ബിംബിമ്മ തീർത്തിട്ട് പോയ ഒരാൾട്ടില്ലേ, ഞാൻ രാവിലെ എണിച്ചിട്ട് കയറി കിച്ചണിലോട്ട്. അങ്ങനെതാ നമ്മൾ തന്നെ ചീനച്ചട്ടിയിലെ എന്തെല്ലോ ഐറ്റംസ് ഞാൻ മാറ്റി. എത്ര നല്ല ഐറ്റംസിനെല്ലാം ഞാൻ ചേഞ്ച് ആക്കുന്ന ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഈ ചീനച്ചട്ടി ഞാൻ ചാടാനേ മനസ്സിരുന്നില്ല, എന്ത് കഥയെന്നൊന്നും അറിയില്ല. അങ്ങനെതാ ഡേറ്റ്സിൻ്റെ മസാല ഫ്രൈ ഉണ്ടായി, പൊരിയപ്പുണ്ടായി, വേള, പിന്നെന്താ കൊട്ട മുറിച്ചത്, പിന്നെ ചട്ടിപ്പത്തിലുണ്ടായാന്ന് ഓർമ്മയില്ല. ഞാൻ നോക്കാം വീഡിയോയിൽ കാണുന്ന ചട്ടിപ്പത്തിലുണ്ടായാന്ന് എനിക്ക് ഓർമ്മയില്ല. അതെല്ലാം പാക്കാക്കിയിട്ട് അതിന് ശേഷം അതെല്ലാം ആയിട്ടായിട്ട് വൈകുന്നേരമാണ് പിന്നെ നമ്മൾ പോയത്. അങ്ങനെ അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന്നൊന്നുമില്ല. തുടങ്ങിയത് തന്നെ തീർത്തിട്ട് നമുക്ക് പോകണമെന്നില്ലിട്ട് അങ്ങനെ സിറോട്ടൊക്കെ ഞാനിവിടെ പേരുത്തുന്നുണ്ട്. പൊരിയപ്പത്തിന് ഞാൻ പൊണ്ടെല്ലാം ആക്കിയിട്ട് ഉറയിൽ കൊടുത്തു തന്നപ്പോൾ പിള്ളേരും പപ്പവും എല്ലാവരും കൂടിയിട്ട് ബോൾസാക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ലേ. പിന്നെ നമുക്ക് വേള ചുടാനുണ്ട്, കൊട്ട മുറിച്ചത് എണ്ണയിലിടാനുണ്ട്. ഞാൻ വിചാരിച്ചെന്താ പറയുക എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം, ലാസ്റ്റ് ഒന്നിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് എടുക്കാമെന്ന്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കുന്നതിൻ്റെ ഇടയിലില്ലേ നമ്മൾ വേള കാച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ വേളൻ്റെ ഒരു പരിപാടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടിയതാണ് സിറോട്ട കൊട്ടയെല്ലാം. അങ്ങനെതാ ബാച്ചായിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്.
ഓക്കെ. അങ്ങനെ തേങ്ങാൻ്റെ പൊണ്ടം ഇത് പൊരിയപ്പം ഉണ്ടായിന്. പൊരിയപ്പം 2-3 ആൾക്ക് ഉണ്ടായിന്. അങ്ങനെ എല്ലാം റെഡി ആയിന് അൽഹംദുലില്ലാ. ഇത് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. പക്ഷെ എത്രയോ നേരമായിന് ഇതാകുമ്പോൾ പറഞ്ഞാൽ രാവിലെ തുടങ്ങിയത് ഏകദേശം 2-3 മണിയാകുമ്പോൾ നമ്മൾ ഡെലിവറി എല്ലാം ആക്കാൻ തുടങ്ങിയത്. അങ്ങനെ പാക്കിങ് എല്ലാം ആക്കിയിട്ട് വേറെ വേറെ ഇട്ട് വെക്കുന്നുണ്ട്. കവറും സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയോണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ടെൻഷനായിട്ടില്ല. ബക്കറ്റോടെ കളഞ്ഞിട്ടുള്ള ടേബിളിൽ വെച്ചിന്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാൾക്ക് അച്ചാറ്, പ്രോട്ടീൻ പൗഡർ അങ്ങനെ എല്ലാം ഉണ്ടായി. അതിനെല്ലാം എഴുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നിനത്. ഇല്ല നമുക്ക് അപ്പുറം ഇപ്പുറം മറക്കുന്നില്ലേ, മറന്നുകൊണ്ടാന്നിട്ട് വേറെ വേറെ ആക്കിയിട്ട് വേറെ വേറെ ബാച്ചാക്കിയിട്ട് ചുടുമ്പോലെ വെക്കുന്നുണ്ട്. അങ്ങനെ അപ്പം നല്ല ഉണ്ട പൊരിയപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ പൊരിയപ്പത്തിൻ്റെ പണി കഴിഞ്ഞിട്ടായിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് എന്ത് പണിയെടുത്തേ വേറെന്തോ ചുട്ടിട്ട് പിന്നെ നമ്മൾ ചോറെല്ലാം വേവിച്ചിട്ട് ഫ്രഷെല്ലാം ആയതിനു ശേഷം വൈകുന്നേരം അവിടെ നിന്ന് വന്നതെന്ന്. ആ വരുമ്പോഴൊക്കെ കരണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇല്ലേ നല്ല വാങ്ങലൊന്ന് കിടന്ന് ഉറങ്ങി എല്ലാം ആയിട്ടായിട്ടില്ല. പിന്നെ പിറ്റേത്തെ വീഡിയോ ആണിത്. നമുക്ക് വേറൊരു വീഡിയോ എടുക്കാൻ പോകാനുണ്ടായിന് ഫ്രൈഡ് ഹൗസിലേക്ക്. അങ്ങനെ ആടെ ഞാൻ ഫസ്റ്റാണ് ആടക്ക് പോകുന്നത്. നല്ല ഫുഡാന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ റേറ്റും നല്ല കുറവാണ് മറ്റുള്ളതിനടുത്തിനാട്ടി. അപ്പോൾ ഞാൻ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പ് ഫ്രൈഡ് ഹൗസ് ഓർ തന്നെ നമ്മളെ കൊടിയമ്മയിലുണ്ട്. മറ്റേ പിന്നെ അടുപ്പുള്ളത് കുഞ്ചത്തൂരെല്ലാം ഉണ്ടോ ഷോപ്പ്. അങ്ങനെ 3ാമത്തെ ഷോപ്പാണ് ഇത്. അറിയാം മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവങ്ങൾ. അടുത്ത ആംബിയൻസ് എല്ലാം കാണാൻ നല്ലൊരു എസ്തെറ്റിക്കല്ലേ ഇപ്പോഴത്തെ പിള്ളമാർ ആ ഒരു ലുക്കിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ. അപ്പം ഐറ്റം എല്ലാ ടേബിളിൽ ഇങ്ങനെ നിരയായിട്ട് വെച്ചിട്ടുണ്ട്. ബ്രോസ്റ്റഡ്, മൊജിത്തോ കുറേ ഉണ്ടല്ലോ, കുറേ ഫ്ലേവറും കളറിലും. പിന്നെ ഉണ്ടായിന് സ്ട്രിപ്സ്, മോമോസ്, പിന്നെ ബർഗർ, അങ്ങനെ എല്ലാം ഉണ്ടായിന്. റാപ്പ് സംഭവങ്ങളെല്ലാം. പിന്നെ ചീസി ബർഗർ, വിങ്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോകാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നോക്കാവേ. ഒളയത്തടുക്ക തന്നെയാണ് സംഭവം, നാഷണൽ നഗറിൽ. അപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാം കഴിച്ചിട്ടെല്ലാം ആയിട്ടായതിനു ശേഷമില്ലേ നമുക്ക് റിവ്യൂവും കാര്യങ്ങളെല്ലാം കൊടുക്കണ്ടേ. അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ലുണ്ട് ചൂടോടെ കഴിക്കാൻ. നമുക്ക് എന്തോ അങ്ങനെ ആ ചൂടാറിയിട്ട് അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നതിനാട്ടി നല്ലതില്ല, ആ ചൂടോടെ കഴിക്കുന്നതല്ല അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ഓരോന്നിൻ്റെ എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ അതങ്ങനെ മറ്റേതിങ്ങനെ എന്നല്ല പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ടോങ്കലില്ലേ പിള്ളേരെല്ലാം കൊണ്ട് ബാബരിക്കുക സ്കൂളോ മദ്രസ എന്തില്ലാതെ ഇപ്പോൾ രാത്രി ടൈമിൽ ഇതിങ്ങനത്തെ എല്ലാ ബർഗർ ഐറ്റംസ് രാത്രി കഴിക്കാൻ തന്നെയാണ് ഒരു ടേസ്റ്റും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 3 ദിവസം അന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കറിയാം ഒന്ന് എടുക്കറിയാം പോകുന്നത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കുമ്പള ടൗണിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിള്ളേരൊന്നുമില്ല, പിള്ളേരെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെ മാത്രം കൊണ്ടുവന്നത് അതിപ്പം നോക്കുന്ന അതിൻ്റെ ഇടയിലേ അതിനെ മാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ മീനെല്ലാം മേങ്ങിയിട്ടില്ലേ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഏട്ടയാണ് മേങ്ങിയത്. അസ്രൂന് ഭയങ്കര ഇഷ്ടം. അസ്രൂന് ഉമ്മാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ നല്ലൊരു മുളകിലിങ്ങനെ മുക്കി എടുത്തിട്ട് വെക്കുന്നില്ല, അങ്ങനത്തെ മഞ്ഞത്തണ്ണി ആക്കണം. നല്ല പണ്ട് ഉമ്മ ലൈക്കൊണ്ടായ ഒരു മഞ്ഞത്തണ്ണീൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഞാൻ മുമ്പെന്ത് ഏട്ടക്കറിയെന്ന് കൂട്ടല്ല കറിയില്ല ഏട്ടെന്ത് ഏതെന്തോ ഈടെത്തിയ പിന്നെയാണ് എല്ലാ മീനിൻ്റെ പേരും ഇറച്ചിൻ്റെ പേരും അല്ല വേറെ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കില്ലേ കണ്ടതെല്ലാം ഇറച്ചിയാണ്. എന്ത് കണ്ടത് അത് ഇറച്ചി തന്നെയാണ്. ചിക്കൻ അല്ലാണ്ട് ബീഫായാലും മട്ടനായാലും എന്തായാലും ഇറച്ചി. പക്ഷേ ഈടുക്കെത്തിരാൻ വന്നു ഇത് മട്ടന്, ഇത് ബീഫ്, ഇത് എന്നിട്ട് വേറെ അറിഞ്ഞത് എന്തെങ്കിലും ഒരാൾ ഓരോന്നോരോന്ന് കൂട്ടുന്നില്ല. ബാബി പോത്തും കൂട്ടുന്നില്ല, പിന്നെ മൂരിയും കൂട്ടുന്നില്ല, ഉമ്മ പോത്ത് കൂട്ടുന്നില്ല, പിന്നെ ഒരു അനിയൻ്റെ മട്ടന് കൂട്ടുന്നില്ല. അങ്ങനെ പക്ഷെ നമുക്ക് മട്ടനും ആവും പോത്താവും ഇങ്ങോട്ട് കടിക്കാത്തത് എന്തോ പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായിന് മറ്റേ വൈറ്റ് കളറായിട്ടുണ്ടാകുന്നില്ല ഇറച്ചി, അത് മട്ടന്. പിന്നെ ഒരു കറുത്ത പോലത്തെ ഒരു ഉണ്ടാകുന്നില്ലേ അത് പോത്ത്, പിന്നെ ഒരു ചോന്ന പോലത്തെ ഇറച്ചി ഉണ്ടാകുന്നില്ലേ അത് മൊരി. അങ്ങനെ എല്ലാം നമ്മ കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അറിയുന്നത്. മീനിൻ്റെ പേര് ഇപ്പോഴും ഒരു ശരിക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായിട്ടില്ല. ഓരോന്നറിയുന്നില്ല. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കില്ല ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. എന്തിൻ്റെ മറന്നു ഈ മട്ടൻ്റെ റെസിപ്പിയല്ല. ഞാൻ ഇപ്പം എന്ത് പോകുന്നത് ഇങ്ങനത്തെ ഒരു മറവിയാണ്. ഞാൻ ഏട്ടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാ മട്ടൻ്റെ കാല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഓർഡർ ഉണ്ടാവും വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ അതിനൊന്ന്
കൊടുന്നിട്ട് സെറ്റാക്കിയിട്ടെല്ലാം ആക്കണം. ഇതെന്ത് സംഭവം അറിയുന്നവരൊന്ന് കമൻ്റൊക്കെ 2 ബോൾസ് ഉണ്ട് അടിയിൽ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടല്ല അതിന് ശരിയല്ലേ ഫുള്ളൊന്ന് കയറ്റ് വൃത്തിയാക്കിയിട്ടായിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. മഹദൻ്റെ തന്നെ എന്നിട്ട് ചുറ്റിപ്പറ്റി പിരാന്താക്കുന്നുണ്ട് എന്നെ, എങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മട്ടനെ പിടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് തലക്കോട് വന്നിട്ട് പാഞ്ഞ ബയ്യിലറിഞ്ഞിനെ കണ്ടിട്ട് അങ്ങോട്ട് പോയ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല പഠിച്ചിട്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നോക്കിയിട്ടിരുന്നെങ്കിൽ ടൈം കിട്ടാല. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇത് ഞാൻ മട്ടനുള്ള മസാല റെഡിയാക്കുന്നത്, അത് ഞാൻ മെനിയായിരിക്കും കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിങ്ങൾക്കില്ലേ ഏട്ടക്കറീൻ്റെ റെസിപ്പി കാണിക്കാം. അതിനും വേണ്ടിയിട്ടില്ലേ പണ്ട് ഞങ്ങൾ ഉമ്മല വെക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അതൊരു വേറെ. ഇപ്പം ഞാൻ കുറച്ച് അതന്നെ അതിനായിട്ട് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് ഞാൻ തേങ്ങെണ്ണയാണ് ഒഴിച്ചിരുന്നത്. തേങ്ങെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിട്ടിട്ട് ഉള്ളി ഇട്ട് കൊടുത്ത്, ഉള്ളി തക്കാളി എല്ലാം നല്ല മസാല പോലെ ആയിട്ടാകുമ്പോൾ അത് ബാക്കിയുള്ള സെറ്റെല്ലാം റെഡിയാക്കേണ്ട. ഉമ്മ വെച്ചുകൊണ്ട് അതിനെങ്ങനെ അറിയാം, നല്ല ഒരു കല്ല് മുകളിൽ അരിച്ചിട്ടായിട്ട് അതിനെ തിളപ്പിക്കും. ആ തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയും കുറച്ച് പാങ്ങലിടും. എന്നിട്ടില്ലേ പുളി നല്ലൊരു നെല്ലിക്ക വലിപ്പമല്ല, വലിയൊരു ഓറഞ്ച് വലിപ്പത്തിന് തന്നെ പുളി, അത്ര പുളി ഇടും. നല്ല പുളിയും ഉപ്പും മുളകെല്ലാം കൊണ്ടതാണ് നല്ല ഏട്ടക്കറി ടേസ്റ്റാണത്. അപ്പോൾ ഇതിനെ ഞാനെന്താക്കിനെ കുറച്ച് മാറ്റം വരുത്തിനെ. നല്ല പാങ്ങല തക്കാളിയും ഉള്ളിയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് നമുക്കില്ലേ അരച്ച് വെച്ച മുളക്, ഞാനധികം മുളക് പൊടിനായിട്ട് യൂസ് ആക്കുന്ന ഇടിമുളകിന് തന്നെ അരക്കലാന്ന്, പത്തലായെങ്കിൽ അങ്ങനെ അരിന് തന്നെ ആയിരിക്കും. നമുക്ക് പൊടി അത്ര ഇതിലേക്കാന്നില്ല, എപ്പോഴെങ്കിലും ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന് ഇങ്ങനെ കൊണ്ടുവരുന്നല്ലാണ്ട് അധികം ഞാൻ അരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അങ്ങനെ അപ്പോൾ ഞാൻ മുളകെല്ലാം അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം. മുളകിൻ്റെ വെള്ളവും മുളകും എല്ലാം ഒന്നിച്ചിട്ട് കൂട്ടീന്. ഇത് നല്ല വാങ്ങല തിളക്കട്ട് തളിച്ച് നല്ല ടൈം എടുക്കുന്നത്. ഇത് മറ്റേ നമ്മളെ ഏട്ടനെ കാണുമ്പോൾ തന്നെയില്ലേ ബാബിജല്ലെല്ലാം അതിന് പോത്തിറച്ചിൻ്റെ വേണ്ടുണ്ടെന്ന് എപ്പോഴും പണ്ട് പൊരലെല്ലാം ഉണ്ടാവും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ എന്തൊക്കെ മുളക് നല്ല വാങ്ങൽ തിളച്ചതിന് ശേഷം പിന്നെ ഏട്ടിടുന്നതാണ്. ഏട്ടിട്ടിട്ടാണ് കുറേ നേരം നല്ല വേട്ട് നിന്നിട്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ഓർഡർ ഡോർ ഇപ്പോൾ വരുന്നില്ല മട്ടൻ്റെ ഡോറ്, അങ്ങനെ അതിനുള്ളതും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ മട്ടന് ഒരു കാലിലേക്ക് ഒരു അടി കൊടുത്തിട്ടില്ല, ഒന്ന് തിരിച്ചു തന്നില്ല, അത് ഇങ്ങനെ കുത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ പിടിക്കല. അപ്പോൾ ചട്ടിയിൽ വെച്ചെങ്കിൽ എന്താ മട്ടനെ ശരിയാവില്ല, കുറേ വേണ്ടേ, ഉള്ള എത്ര ഗ്യാസും വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയെല്ലാം മസാല എല്ലാം റെഡിയാക്കിയിട്ട് അതിന് ശേഷം കുക്കറിലോട്ട് കയറ്റിയതാണ്. അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ മാപ്പിളയുടെ ഓറഞ്ച് ജ്യൂസിൻ്റെ സെറ്റപ്പിലുണ്ട്. അങ്ങനെ എല്ലാം എടുക്കുമ്പോൾ ഒരു 2 ഓറഞ്ച് പൊട്ടായിട്ടുണ്ട്, അതിനെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ബാക്കിയുള്ള ഓറഞ്ചിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ കുറി വരുമ്പോൾ കൊടുക്കുന്നതാണ് ചാർജർ മിക്സ്. അത് ഓറഞ്ച് മാത്രം വേറെ ഒന്നും ചെയ്യില്ല, പക്ഷേ കുത്തണ്ട, ചാർജാക്കി വെച്ചാൽ മതി. അങ്ങനെ അപ്പോൾ അതവിടെ ഓറഞ്ച് ജ്യൂസ് നമുക്ക് റെഡിയാക്കി തരുത്തുനിന്ന്. അപ്പോൾ നമുക്കിവിടെ മീൻ കറിയെല്ലാം വെക്കാം. മീനെല്ലാം നല്ല വാങ്ങല കയറ്റി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മുറിച്ചിട്ട് ഓറന്നെ തന്നതാണ്, നമുക്ക് മുറിക്കാനൊന്നും തന്നിട്ടില്ല. ഞാനത് വലുതാമ്പില്ല, എല്ലും മുള്ളും കൊട്ടൊന്നുമില്ല നമുക്കുണ്ടായിന്. അങ്ങനെ എല്ലാം മുറിച്ച് തല ഞാൻ ഇടുന്ന 2-4-5 പീസാക്കിയിട്ട് എടുത്ത് അങ്ങനെ ഫുള്ള് മുള തിളച്ചിട്ട് വന്നിന്. ഇതിലേക്ക് ഉപ്പും പുളിയും എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല ഒരു ഉണ്ട പുളി വലുതന്നെ ഇട്ടിന്. നമ്മളിവിടെ അരക്കുമ്പോൾ ഇല്ലേ ഉപ്പും പുളിയും ഇട്ടിട്ട് തന്നെ അരക്കും. പക്ഷേ ഇതിന് എക്സ്ട്രാ വേറെ തന്നെ ഒരു ബോൾസ് പുളി ഇട്ടിട്ട് പറഞ്ഞാൽ അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പാങ്ങല വെളുത്തുള്ളി കുത്തിയിട്ടിടണം. ഇത് ഞങ്ങൾ ഉമ്മ എന്താക്കലറിയോ, ഉള്ളിയും തക്കാളിയും എല്ലാം അതിൽ തന്നെ ഇട്ടിട്ട് കറി തിളക്കുമ്പോൾ ഇട്ടിട്ട് ഒന്നാകെ തിളപ്പിക്കും. തിളച്ചിട്ടായിട്ട് മീനിട്ടിട്ടായിട്ട് ഉപ്പും മുളകും പുളിയെല്ലാം സെറ്റാക്കിയിട്ട് അതിന് ശേഷം ലാസ്റ്റില്ലേ വെള്ളുള്ളി തേങ്ങെണ്ണയ്ക്ക് വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ കറച്ചപ്പെട്ടിട്ട് മുടി വെക്കും. അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ ഇതും ആ ഒരു ടേസ്റ്റിൽ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. ഞാൻ കുറച്ച് മാറ്റം വരുത്തി, ഫസ്റ്റ് മസാല ആക്കിയത് മാത്രം അറിഞ്ഞാൽ. അങ്ങനെ 3-4 വെളുത്തുള്ളിനെ ഞാൻ നല്ല വാങ്ങല ചതച്ചെടുത്തിട്ടുണ്ട്. ആ കറിയെല്ലാം തിളച്ച് ഇപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയി തിളക്കുന്ന വേട്ടിൽ തിളക്കിയിട്ടുണ്ടായി അവിടെ തന്നെ. അങ്ങനെ നല്ല വാങ്ങല വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇല്ലേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പ് ഇട്ടിട്ടായിട്ട് മുടിച്ചേക്കാം. എനിക്ക് വെളുത്തുള്ളി കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത്ര തന്നെ വേണം പറഞ്ഞാൽ. ഇങ്ങനെ വെള്ളുള്ളിയെല്ലാം ഇട്ടെങ്കാന്നാ ഏട്ടൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു ടേസ്റ്റി സ്മെല്ല് വരുന്നത്. അങ്ങനെ അപ്പോൾ ഇതങ്ങൾക്ക് നല്ല ഈ സ്മെല്ല് വരുമ്പോൾ പണ്ട് ഉമ്മ വെച്ച ഒരേ കറീൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അങ്ങനെ ഈ ഓർമ്മ പണ്ട് ഉമ്മ വെക്കുന്നില്ല ഒരു കറിയോ അല്ല, ഒരു വേറെ തന്നെ ടേസ്റ്റും ഒരു സ്റ്റൈലല്ല. ആ ഒരു മണ്ണിൻ്റെ അട്ടിയിൽ ആ ഒരു ഉണങ്ങിയ പച്ചക്കറിയെല്ലാം വെക്കുമ്പോഴെല്ലാം ഉപ്പിലിട്ട ചക്ക, പിന്നെന്ത് എടുത്തല്ല ഒരു സ്പെഷ്യൽ കൂക്കക്കറിയെല്ലാം ഇല്ല, അതെല്ലാം ഞാനിവിടെ മംഗലം ശേഷമാണ് കാണുന്നത്. പിന്നെ ആ മുതിരക്കറി, അങ്ങനത്തെ മുതിര മഞ്ഞത്തണ്ണിയില്ല അത്, പിന്നെ തോരൻ്റെ ഒരു മഞ്ഞത്തണ്ണി ഉണ്ട് ഉമ്മാൻ്റെ, എന്തോ ഒരു ടേസ്റ്റ് വറുത്തിട്ടല്ല വെക്കുന്നത്.
പിന്നെ ചാറാക്കുന്നുണ്ട് തോര. അതെല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് കാണുന്നത്. ഞങ്ങളുമ്മക്ക് അങ്ങനെ അതിൻ്റെ എന്ത് വിസിഡി അറിയില്ല അറിഞ്ഞാൽ ഒരു വേളക്ക് പേരൊക്കെ അല്ലെങ്കിൽ ഇറച്ചിയാ കൊയ്യ മീൻ അങ്ങനെ മീനും കുറവ് തന്നെയായി ഇവിടെ വന്ന. പിന്നെ എല്ലാവർക്കെല്ലാം മീൻ ഭയങ്കര ഇത് അങ്ങനത്തെ നമ്മളെ ലൈഫ് സ്റ്റൈലല്ല നമ്മൾ മാപ്പിള എടുത്തിട്ടാകുമ്പോൾ എല്ലാം വേറെ തന്നെയാന്നില്ലേ. നമ്മളുടെ ഉപ്പാക്ക് ചപ്പാത്തി തന്നെയാണ് രാത്രി അധികം ചപ്പാത്തി തന്നെയാണ് നമുക്കെല്ലാം ഉണ്ടാവല്. ആ മിക്സ്ഡ് ഒരു ഉമ്മാൻ്റെ ഒരു പച്ചക്കറി ഉണ്ട് എൻ്റെ ഉമ്മാൻ്റെ അതൊരു വേറെ തന്നെ ടേസ്റ്റ്. ബേക്കാവും കൊയക്കാവും വേളയും എല്ലാം ഇട്ടിട്ടില്ലേ ഉള്ളിയും തക്കാളി പച്ചമുളകെല്ലാം കൂടുതലിട്ടൊരു മസാല എല്ലാം ആക്കിയിട്ട് വെക്കുന്ന ആ ഒരു ചപ്പാത്തിക്കുള്ളൊരു ഗ്രേവി കറിയുണ്ട്. ഷാള പ്ലങ്കൊരിക്കാൻ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഉപ്പാക്ക് ഇഷ്ടം അങ്ങനത്തെ കറിയാണ് ഉമ്മ വെക്കുന്ന കറി. അതൊരു ചൂടോടെ എൻ്റെ ഉപ്പാക്കില്ലേ 3 നേരം ഫുഡ് കഴിക്കുന്ന 3 നേരം കറി വെക്കണം. ഉച്ചക്കത്തത് രാത്രി കൂട്ടല, രാത്രിക്കത്തത് രാവിലെ കൂട്ടല, അങ്ങനെയാണ് ചൂടോടെയാണ് കഴിക്കുന്നത് ഇഷ്ടം ഉപ്പാക്ക്. അതൊരു വേറെ തന്നെ ഉപ്പാൻ്റെ സ്റ്റൈല്. അങ്ങനെ ഉപ്പാൻ്റെ ആഹ്റം വിളിച്ചാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും വരക്കവ അങ്ങനെ. അപ്പോൾ മട്ടന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓറൊരു ഇഷ്ടമെല്ലാം വന്നിട്ടുണ്ട്. ഓറന്നെ അച്ഛനെ തന്നോറ ഡ്രൈവ് അല്ല നമ്മളുടെ ബസ്സെല്ലാം എടുത്തതാപ്പാ ഓർമ്മയില്ല എനിക്ക്. ഇല്ലെങ്കിൽ ഓറ തന്നെ ആക്കുന്നത് അയ്യോ. അപ്പോൾ ഓറെന്തോ വാടകയോ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് അതിന് ശേഷം അത് കൊടുത്തിട്ട് വിട്ട്. പിന്നെ അവർക്ക് ചിക്കൻ മഞ്ചൂരിയനും ഉണ്ടായി. അങ്ങനെ മഞ്ചൂരിയനും മട്ടൻ കറിയും കൊടുത്തിട്ട് വിട്ടതിന് ശേഷം നമ്മൾ ഏട്ടക്കറിയും ചോറും വയ്ക്കണ്ടേ. ഞാൻ വയ്ക്കുമ്പോൾ നിങ്ങളും കൂടി നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളും വയ്ക്കവേ. ഇത്ര പണിയെടുത്തിട്ട് അവനെ ബെനത്തിട്ട് കൊട്ടം കോരിയിട്ട് അങ്ങ് എത്തിന്. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ പാടൊരു തിന്നാനൊരു നമുക്ക് അത്ര മൂടുണ്ടാകുന്നില്ല. എന്നാലും തിന്നാതെ പോയില്ല, എന്നാലും ഒരു മൂടില്ലാന്നില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താക്കും, നല്ല എന്തെങ്കിലും ഒരു തണുത്ത ജ്യൂസാ അല്ലെങ്കിൽ തണുത്ത പത്തക്കയാ അല്ലെങ്കിൽ ഒരു ചെറുപ്പുളി സർവത്ത എന്തില്ലെങ്കിൽ ചെറുപ്പുളീൻ്റെ സർവത്തം ഒക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഓറുണ്ടതുകൊണ്ടില്ല എൻ്റെ എന്തോ ടെൻഷനില്ല, ഈ കാര്യമെല്ലാം ഓർമ്മിക്കോളൂ. അല്ല ഇത് ഞാനാ പാക്കിയത് ഒക്കെ എൻ്റെ ഓർമ്മയില്ല അറിഞ്ഞാൽ. കുറേ ദിവസത്തെ വീഡിയോ ആകുമ്പോഴേ നമ്മൾ തന്നെ ചെയ്തെന്ത് നല്ലൊരു മറന്നു തോന്നും. അതായത് ഐസ് ക്യൂബിൻ്റെ മോൾഡ് ഉണ്ടാ സിലിക്കൺ മോൾഡാണ് ഇത്. ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് നല്ല യൂസാണ്. നമുക്കിങ്ങനെ ക്ലാസ്സിലേക്കെല്ലാം ഇതിങ്ങനെ ക്യൂബായിട്ട് ഇടാനെല്ലാം നല്ല മജയുണ്ട്. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറ് വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നു, കാണുന്നില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായ ഇല്ലേ നമ്മൾ റോസ്റ്റേഴ്സിൻ്റെ ഓയിൽ തന്നെയാണ്. റോസ്റ്റേഴ്സിൻ്റെ ഓറെ ചക്കിളിയും മിച്ചറും എല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രഷോടെ ഗൾഫിലേക്കെല്ലാം കൊടുത്തേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡറാക്കാം. ഓരോ ഇൻസ്റ്റാലില്ലേ റോസ്റ്റേഴ്സ് അടിച്ചാൽ മതി, അവരെല്ലാം പേജ് വരുന്നുണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. ചക്കിളി മിച്ചറ് അച്ചപ്പം മറ്റത് മറിച്ചത് സജ്ജിക പൊടി പുട്ടുപൊടി പപ്പടം പായസത്തിനുള്ള ഐറ്റം എല്ലാം ഉണ്ടായിരുന്നു. ഒന്ന് ചെക്കാക്കിയിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും. കമൻ്റ് ഇടാൻ മറക്കല്ലേ.